മരണം നടന്ന അന്ന് ഞാനിവിടെ വരികയും മറ്റേ ഫ്യൂണറലിൽ പങ്കെടുക്കുകയും ചെയ്തതാണ്. അന്നവരുമായി സംസാരിച്ചിരുന്നു. അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ഇതൊന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. കാരണം വളരെ ചെറുപ്പത്തിൽ മികച്ച വിജയം വേണ്ടിയ ഒരു കുട്ടി നല്ല ജോലി കിട്ടിയെന്നൊക്കെ പ്രതീക്ഷിച്ച ആളാണല്ലോ പെട്ടെന്ന് നഷ്ടപ്പെടുന്നത്. ആ ആഘാതത്തിലായിരുന്നു അന്നവർ. അതിനുശേഷമാണ് അവരെല്ലാവരും ഈ അനുഭവം മനസ്സിലാക്കി ഇങ്ങനെ ഒരു മെയിൽ അയച്ചത്. യഥാർത്ഥത്തിൽ അത് വലിയ തോതിലുള്ള ഒരു കണ്ണു തുറക്കലായി, ഒരു ഐ ഓപ്പണറായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള തൊഴിൽ നിയമങ്ങൾ എത്രമാത്രം ഇത്തരത്തിലുള്ള അവസ്ഥകൾക്ക് ഒരു പരിസരം ഒരുക്കുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ പുതിയ ലേബർ കോഡാണെങ്കിൽ അവതരിപ്പിച്ചിട്ടുള്ളത് 12 മണിക്കൂർ ജോലി ചെയ്യിപ്പിക്കാനുള്ള അവസരം കൂടി നൽകണമെന്നുള്ളതാണ്. അപ്പോൾ കുറെ കൂടി രൂക്ഷമായൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനുള്ള നിലപാടുകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അടിയന്തരമായി ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടതുണ്ട്. ഈ വഴി തന്നെ ഒരു ആഭ്യന്തര സംവിധാനം എന്ന നിലയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ അവർ തയ്യാറാകണം. ഇത് സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര സംവിധാനം ഉണ്ടാകണമെന്ന കാര്യം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും. നിലവിലിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന കുറെ കൂടി 12 മണിക്കൂർ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വർക്ക് ഫ്രം ഹോം എന്നുള്ളത് കോവിഡ് കാലഘട്ടത്തിൽ വന്നതാണെങ്കിലും പണ്ട് ഞങ്ങൾ പറയാറുണ്ട്, IT ജോലി ചെയ്യുമ്പോൾ തന്നെ ബ്ലാക്ക്ബെറി ഫോൺ കൊടുക്കുന്നത് അന്ന് ബ്ലാക്ക്ബെറിയാണ്. പുഷപ്പ് മെയിലുകൾ കിട്ടും, അസൈൻമെന്റ് കൃത്യമായി ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അത് 24 മണിക്കൂറും ജോലി ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പലയിടങ്ങളിലും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾക്കകത്ത് മാറ്റം വരുത്താനും ഇതുപോലെയുള്ള ഒരു ചൂഷണ സംവിധാനങ്ങൾ, ഇപ്പോൾ അവർ തന്നെ അമ്മ തന്നെ പറഞ്ഞത് സ്ലേവറി എന്ന നിലയിലാണ്. മറ്റൊരു രാജ്യത്തും ഇവർ പ്രവർത്തിക്കുന്ന മറ്റു രാജ്യങ്ങളിലും ഇല്ലാത്ത രീതിയിലുള്ള ചില അവസ്ഥകൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. കേരളമാണ് അതിനകത്ത് കുറേയെങ്കിലും അപവാദമായിട്ടുള്ളത്. നമ്മുടെ ഇവിടെ ശക്തമായ സാമൂഹ്യ സംവിധാനങ്ങൾ, ട്രേഡ് യൂണിയനുകൾ, മാധ്യമങ്ങൾ എല്ലാവരും വളരെ വിജിലന്റായ ഒരു പൊതു പരിസരം കേരളത്തിലുള്ളത് കൊണ്ട് കുറെ കൂടി ഭേദം കേരളത്തിലാണെന്ന് പറയാം. പക്ഷെ നമ്മുടെ രാജ്യത്ത് ആകെ ബാധകമായിട്ടുള്ള കേന്ദ്ര നിയമങ്ങളാണ്. അപ്പം അന്വേഷണം പ്രഖ്യാപിക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനുകൂടി കേന്ദ്ര സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്.